തുടർച്ചയായ 4ാം ദിവസവും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. മഴ മുന്നറിയിപ്പുകൾ മാറിമറിയുമ്പോൾ ദുരിതപ്രദേശങ്ങളിൽ ആശങ്കയൊഴിയുന്നില്ല. വൈകിട്ട് 5 മണിവരെയുള്ള കണക്കുകൾ പുറത്തുവിടുമ്പോൾ 25 മരണമടക്കം കനത്ത നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത്. അപകട മേഖലകളിൽ താമസിക്കുന്നവർക്കടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ 8 ജില്ലകളിൽ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നതിനിടെയാണ് മഴക്കെടുതിയിലുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കുകൾ പുറത്തുവന്നത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേരുടെ ജീവൻ നഷ്ടമായി. ഏറ്റവും കൂടുതൽ മരണം കോട്ടയം ജില്ലയിലാണ്. കോട്ടയത്ത് മാത്രം 5 പേർക്ക് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി 4 പേരെ കാണാതായിട്ടുണ്ട്. 10 പേർക്കാണ് പരിക്കേറ്റത്. 52 വീടുകൾ പൂർണ്ണമായും 565 വീടുകൾ ഭാഗികമായും തകർന്നു. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2885 കുട്ടികൾ ഉൾപ്പെടെ 18434 പേരാണ് ക്യാമ്പുകളിൽ ഉള്ളത്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ 8 ജില്ലകളിലെ അംഗനവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, വയനാട്, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോടും തൃശൂരും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.